ഹായ് ഓൾ, അസ്ത്ര ഗുരുകുലത്തിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ 9ാം ക്ലാസ് ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ഇക്വേഷൻസ് ഓഫ് മോഷൻ ചലന സമവാക്യത്തിൻ്റെ കണ്ടിന്യൂഷനാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഗ്രാഫിക്കൽ പാർട്ട്, അതായത് ഗ്രാഫിൻ്റെ ഭാഗവും അതോടൊപ്പം ഇക്വേഷൻസ് ഓഫ് മോഷനുമാണ്, ചലന സമവാക്യങ്ങളുമാണ്. ഇതിന് മുൻഭാഗങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡൗട്ട്സൊക്കെ ഉള്ളവർ മുന്നേ ഉള്ള വീഡിയോസൊക്കെ ഒന്നെടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് വേഗം ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ നമുക്കിനി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷനാണ് പറയാനുള്ളത്, ചലനത്തിൻ്റെ ഗ്രാഫിക ചിത്രീകരണം. ഓക്കെ, അപ്പോൾ എന്താണ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ മുന്നേയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ 2 ഡയമെൻഷണൽ ഗ്രാഫാണ് നമ്മളിവിടെ പഠിക്കുന്നത്, അതായത് ദ്വിമാന ചിത്രങ്ങൾ. ഏതെങ്കിലും 2 ഡാറ്റാസ്, ഏതെങ്കിലും 2 ക്വാണ്ടിറ്റീസ്, 2 വാല്യൂസിനനുസരിച്ച് അവയുടെ വ്യത്യാസങ്ങൾ നമ്മൾ എന്തായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു, ഒരു ഫിഗറായിട്ട്, ഒരു ചിത്രം പോലെ കാണിക്കുന്ന രീതിയാണ് നമ്മളെന്ത് പറയുന്നത്, ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇക്വേഷൻസ് ഫോം ചെയ്യാൻ, അതായത് സമവാക്യങ്ങൾ രൂപീകരിക്കാൻ, പിന്നെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്, നമുക്ക് എന്തെങ്കിലും കണക്കൂട്ടലുകളൊക്കെ നടത്താൻ, ദെൻ എന്തെങ്കിലും ഇൻഫോർമേഷൻസ്, നമുക്ക് പിന്നെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ലഭിക്കാൻ, അതേപോലെ കൺക്ലൂഷൻസ്, നമുക്ക് എന്തെങ്കിലും കൺക്ലൂഷൻസിലേക്ക് എത്താൻ, അതായത് ആ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ, ഇത്തരം ഉപകാരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാഫ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ദ ഗ്രാഫ് ഷോയിങ് ദ നമ്പർ ഓഫ് റോഡ് ആക്സിഡൻറ്റ്സ് ഇൻ കേരള ഫ്രം 2016 to 2022, അതായത് 2016 മുതൽ 2022 വരെയുള്ള റോഡ് ആക്സിഡൻറ്റുകളുടെ ഒരു കണക്കാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഒരു പാർട്ടിൽ ഇയർ, വർഷം കാണിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പാർട്ടിൽ നമ്പർ, അതായത് ഓരോ വർഷത്തിലുള്ള നമ്പർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2016 30,000-നും 40,000-നും 30,000-നും 40,000-നും ഇടയിലാണ് കണക്ക് വരുന്നത്. 2017 ആയപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ദെൻ 2018 ആയപ്പോൾ കൂടി, 2019 ആയപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്. ദെൻ 2020 ആയപ്പോൾ അങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്, അതായത് ഓരോ വർഷത്തിനിടയിലും ഉള്ള റോഡ് ആക്സിഡൻറ്റിൻ്റെ അളവ്, വേരിയേഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ നമ്മൾക്ക് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എപ്പോഴും നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ബേസിക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് എക്സ് ബാർ എന്ന് പറയുന്ന ഒരു എക്സ് ആക്സിസ്, അതായത് ഹൊറിസോണ്ടൽ ആക്സിസ് എക്സ് ആക്സിസും, അതേപോലെ തന്നെ വൈ ബാർ എന്ന് പറയുന്ന വെർട്ടിക്കൽ വൈ ആക്സിസും ആണ് ഒരു ഗ്രാഫിൽ മെയിനായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ദെൻ ഈ എക്സ് വൈ ആക്സിസുകൾ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിനെ നമ്മൾ എന്തോന്ന് പറയുന്നു, ഒറിജിൻ എന്ന് പറയുന്നു. ഓക്കെ, ദെൻ ഒ മുതൽ എക്സ് വരെയുള്ള ഡിസ്റ്റൻസിന് അല്ലെങ്കിൽ ഒ എക്സ് എന്ന് പറയുന്ന ദൂരം നമ്മൾ പോസിറ്റീവ് വാല്യൂ ആയിട്ടും ഒ മുതൽ എക്സ് ബാർ വരെയുള്ള ദൂരത്തെ നമ്മൾ നെഗറ്റീവ് വാല്യൂ ആയിട്ടും കണക്കാക്കും. അതേപോലെ തന്നെ ഒ വൈ എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെ പോസിറ്റീവും ഒ വൈ ബാർ എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെ നെഗറ്റീവായിട്ട് കണക്കാക്കും. ഓക്കെ, ഇനി ഈ ഓരോ ഗ്രാഫിൽ ഓരോ സെഗ്മെൻറ്റ്, ഒരുപാട് സെഗ്മെൻറ്റുകളായിട്ട് തിരിച്ചിട്ട് കാണാം, ഓരോ സ്ക്വയറുകളായിട്ട് തിരിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതിൽ ഒരു സ്ക്വയറിനെ വെർട്ടിക്കലും ഹൊറിസോണ്ടലിയും 10 ഡിവിഷൻസ് ആയിട്ട്, 10 ചെറിയ ഭാഗങ്ങളായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് 1 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ എ ബിയുടെ ലെങ്ത്തും അതേപോലെ എ ഡിയുടെ ലെങ്ത്തും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു ഗ്രാഫിന് നിന്ന് മനസ്സിലാക്കാനുണ്ട്. ദെൻ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്കെയിൽ, തോത് സെലക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ഗ്രാഫ് എടുക്കുമ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ്സിന് കണക്കായിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റുന്ന, ഏറ്റവും ആക്സെപ്റ്റബിളായ രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റുന്ന തോത്, സ്കെയിൽ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾക്ക് ആദ്യം തന്ന ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും, എക്സ് ആക്സിസ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ഒരു വർഷമായിട്ടാണ്, അതായത് ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് എത്ര വർഷമായിട്ടാണ്, ഒരു വർഷമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. 2016, 2017, 2018, 2019 എന്നിങ്ങനെ ഓരോ വർഷത്തിൻ്റെ ഗ്യാപ്പിലാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ വൈ ആക്സിസിൽ നമ്പർ ആണ്, നമ്പർ 1 സെൻറ്റിമീറ്റർ 10,000 ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10,000 എങ്ങനെയാണ്, 1 സെന്റിമീറ്റർ നമ്മൾ ഒരു ഗ്രാഫ് 2 സെക്കൻഡ് ആണ്. ഇതുപോലെ സ്കെയിൽ ഓരോ ഡിവിഷനും 2 സെക്കൻഡായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. 4, 6, 8, 10 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ വൈ ആക്സിസിൽ എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, പൊസിഷനാണ്. പൊസിഷൻ എങ്ങനെയാണ് സ്കെയിൽ തന്നിട്ടുള്ളത്, 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്ററിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതായത് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ടേബിളിൽ നോക്കാം. 2 സെക്കൻഡ് സമയത്തിൽ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എവിടെയാണ്, 1 മീറ്ററിലാണ്. അപ്പോൾ 2 സെക്കൻഡിൽ
1 മീറ്ററിലാണ് പൊസിഷൻ. 4 സെക്കൻഡ് ആയപ്പോൾ എവിടെയാണ് പൊസിഷൻ എന്ന് പറയുന്നത്? 2 മീറ്ററിലാണ്. 6 സെക്കൻഡ് ആയപ്പോൾ 3 മീറ്ററിലാണ് പൊസിഷൻ. 8 സെക്കൻഡ് ആയപ്പോൾ 4 മീറ്ററിലാണ്. ദെൻ 10 സെക്കൻഡ് ആയപ്പോൾ 5 മീറ്ററാണ് ഡിസ്റ്റൻസ്. ഇനി നമുക്ക് ഈ പോയിന്റുകളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം, നേർരേഖയിൽ വരക്കാം. ഈ പോയിന്റുകളൊക്കെ യോജിപ്പിക്കുന്ന സമയത്ത് നമുക്കൊരു ലൈൻ, സ്ട്രെയിറ്റ് ലൈനല്ലേ കിട്ടുന്നത്? അതെ. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഗ്രാഫ് ഒബ്റ്റെയിൻഡ്? നമുക്ക് ലഭിച്ച ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണ്? ഇസ് ഇറ്റ് എ ഹൊറിസോണ്ടൽ ലൈൻ? നമുക്ക് കിട്ടിയത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആണോ? അല്ല അല്ലേ? അതായത് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനാണോ? എക്സ് അക്ഷത്തിന് സമാന്തരമായ ഒരു രേഖയാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത്? അല്ല. ആൻ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ, അതായത് ചെരിഞ്ഞ ഒരു നേർരേഖയാണോ കിട്ടിയിട്ടുള്ളത്? അതെ അല്ലേ? ഇപ്പോൾ ഒരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദെൻ ബൈ വാട്ട് നെയിം ഈസ് ദിസ് ഗ്രാഫ് നോൺ? ഈ ഗ്രാഫ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഒരു ഗ്രാഫ് അറിയപ്പെടുന്നത് ആ ഗ്രാഫിലെ 2 വാല്യൂസ്, വിലകൾ അനുസരിച്ചാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പൊസിഷനും ടൈമും റെപ്രസെൻ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഗ്രാഫിനെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുക? പൊസിഷൻ ടൈം ഗ്രാഫ്, സ്ഥാന സമയ ഗ്രാഫ്. ഓക്കെ. ഫ്രം ദി ഷേപ്പ് ഓഫ് ദി ഗ്രാഫ് ഒബ്റ്റെയിൻഡ് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദി വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ്? അതായത് ഈ ഗ്രാഫ്, ലഭിച്ചിരിക്കുന്ന ഗ്രാഫ് അനുസരിച്ച് ഇവിടെയുള്ള ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി, പ്രവേഗം എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? അപ്പോൾ നമുക്കൊന്ന് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ അങ്ങനെയല്ല മനസ്സിലാക്കാം. അപ്പോൾ അതായത് നമുക്ക് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാം. എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് അല്ലേ? അപ്പോൾ ഇവിടെ 2 സെക്കൻഡ് ടൈമിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 മീറ്ററാണ്. അതായത് 1/2 ആണ്. ഓക്കെ. ഇനി 4 സെക്കൻഡ് ടൈം ആയപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 2 ആണ്. അതായത് 2/4 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 1/2 ആണ്. ദെൻ 6 സെക്കൻഡ് സമയത്തിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 3 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. അതായത് ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് 1/2 ആണ്. അതായത് യൂണിഫോം വെലോസിറ്റിയോ നോൺ യൂണിഫോം വെലോസിറ്റിയോ, അതായത് സമപ്രവേഗമാണോ അസമപ്രവേഗമാണോ? സമപ്രവേഗമാണ് അല്ലേ? യൂണിഫോം വെലോസിറ്റിയാണ്. വെലോസിറ്റി ചേഞ്ച് ആവുന്നില്ല, കാരണം ഓരോ ടൈം ഇൻ്റർവെല്ലിലും സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ്, ദൂരം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരേപോലെയാണ്. സോ വെലോസിറ്റി എന്ന് പറയുന്നത് യൂണിഫോം ആണ്. ഓക്കെ. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ 5 സെക്കൻഡ്? അപ്പം 5 സെക്കൻഡ് സമയത്തിൽ ഈ വസ്തുവിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ഥാനാന്തരം എത്രയാണ്? അപ്പം നമുക്ക് നോക്കാം. 5 സെക്കൻഡിൽ ഈ വസ്തു സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 2 നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. 5 സെക്കൻഡിൽ 2.5 മീറ്ററാണ്. 2.5 മീറ്ററാണ് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? 5 സെക്കൻഡിൽ 2.5 മീറ്റർ ഈ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്തു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ടു ട്രാവൽ 1.5 മീറ്റർ? 1.5 മീറ്റർ സഞ്ചരിക്കാനെടുത്ത സമയം എത്രയാണ്? അപ്പോൾ 1.5 മീറ്റർ സഞ്ചരിക്കാനെടുത്ത സമയം എന്ന് പറയുന്നത് 3 സെക്കൻഡാണ്. 3 സെക്കൻഡാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു കാറിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. ഓക്കെ. ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ. ഹൗ ക്യാൻ വി ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് കാർ ഫ്രം എ ടു ബി? അതായത് എ മുതൽ ബി വരെയുള്ള കാറിൻ്റെ വെലോസിറ്റി കണക്കാക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് അറിയാം വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണക്കാക്കണം? എ മുതൽ ബി വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണക്കാക്കണം. ഓക്കെ. സ്ഥാനാന്തരം. ഓക്കെ. അപ്പോൾ എയിൽ ഈ കാറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 20 മീറ്ററാണ്. എയിൽ കാറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 20 മീറ്ററാണ്. ദെൻ ബി എന്ന് പറയുന്നതിൽ കാറിൻ്റെ പൊസിഷൻ എത്രയാണ്? ബി എന്ന് പറയുന്ന പോയിൻ്റ് എത്തിയപ്പോൾ കാറിൻ്റെ പൊസിഷൻ എത്രയാണ്? 50 മീറ്ററാണ്. ഓക്കെ. അപ്പോൾ 20 മീറ്ററിനും 50 മീറ്ററിനും ഇടയിൽ സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 50 മൈനസ് 20 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര മീറ്ററാണ് സഞ്ചരിച്ചിട്ടുള്ളത്? 30 മീറ്ററാണ് ഈ ഒരു കാറിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമതായിട്ട് നമുക്ക് കിട്ടേണ്ട കാര്യം ടൈം ടേക്കൺ ആണ്, അതായത് സഞ്ചരിക്കാനെടുത്ത സമയം. ഓക്കെ. എ മുതൽ ബി വരെ സഞ്ചരിക്കാനെടുത്ത സമയം കിട്ടണം. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ എത്ര സെക്കൻഡിലാണ് സഞ്ചരിച്ചിരിക്കുന്നത്? 4 സെക്കൻഡിലാണ്. എ റീച്ച് ചെയ്യാനെടുത്ത ടൈം എന്ന് പറയുന്നത് 4 സെക്കൻഡാണ്. ദെൻ ബി എന്ന് പറയുന്ന പൊസിഷനിലെത്താനെടുത്ത സമയം എന്ന് പറയുന്നത് 10 സെക്കൻഡാണ്. അപ്പോൾ എ ടു ബി എന്ന് പറയുമ്പോൾ 10 മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 സെക്കൻഡാണ്. ഓക്കെ. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് 30 ആണ്, ടൈം എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 30/6 എന്ന് പറയുന്നത് എന്താണ്? 5 മീറ്റർ പെർ സെക്കൻഡാണ് ഈ ഒബ്ജക്റ്റിൻ്റെ
എ മുതൽ ബി വരെയുള്ള വെലോസിറ്റി, അതായത് എക്കും ബിക്കും ഇടയിലുള്ള വെലോസിറ്റി പ്രവേഗം എന്ന് പറയുന്നത് എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദി കാർ അറ്റ് ദ 6th സെക്കൻഡ് ഇൻ ദി ഗ്രാഫ്? അതായത് ഈ ഗ്രാഫിൽ 6ാമത്തെ സെക്കൻഡിൽ ഈ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എവിടെയാണ്? അപ്പോൾ 6ാമത്തെ സെക്കൻഡിൽ നോക്കുക, 6ാമത്തെ സെക്കൻഡിൽ ഈ ഒബ്ജക്റ്റ് എത്ര മീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത്? 30 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് വെലോസിറ്റി ഡസ് ദിസ് കാർ ഹാവ്? ഈ കാറിന് എന്ത് ടൈപ്പ് വെലോസിറ്റിയാണ് ഉള്ളത്? ഈ കാറിന് യൂണിഫോം വെലോസിറ്റിയാണ് ഉള്ളത്. ഇത് നേരത്തെ നമ്മൾ പരിചയപ്പെട്ട അതേ ഫിഗർ പോലെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ചെരിഞ്ഞൊരു വരയാണുള്ളത് അല്ലേ? ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈനാണ്, ചെരിഞ്ഞ ഒരു നേർരേഖയാണ്. ഓക്കെ, ഇനി ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി ഓഫ് ദി കാർ ബിറ്റ്വീൻ 6 സെക്കൻഡ് ആൻഡ് 8 സെക്കൻഡ്. അതായത് 6 സെക്കൻഡിനും 8 സെക്കൻഡിനും ഇടയിലുള്ള വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം തന്നെയാണ്. അപ്പോൾ 6 സെക്കൻഡിനും 8 സെക്കൻഡിനും ഇടയിലുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 10 മീറ്റർ ആണ്. അതായത് 30 to 40 ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചത്. അപ്പോൾ 10 മീറ്റർ ആണ് ഡിസ്റ്റൻസ് കവർ ചെയ്തത്. ദെൻ ടൈം എന്ന് പറയുന്നത് 6 സെക്കൻഡിനും 8 സെക്കൻഡിനും, അപ്പോൾ 2 സെക്കൻഡ്. അപ്പോൾ എന്താണ്? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കെയിൽ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് എ സ്യൂട്ടബിൾ സ്കെയിൽ ഹാസ് ടു ബി ടേക്കൺ ടു ലിമിറ്റ് ദ ഡാറ്റ ഓഫ് ദി ഗ്രാഫ് ടു ദ സൈസ് ഓഫ് ദി ഗ്രാഫ് പേപ്പർ. അതായത് ഗ്രാഫ് പേപ്പറിൻ്റെ സൈസിനനുസരിച്ച് ഗ്രാഫിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഗ്രാഫിലെ ഡാറ്റാസിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള സ്കെയിൽ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ സ്കെയിൽ സൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതായത് എന്താണ്? നമ്മുടെ ഗ്രാഫിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്ത് വരും. സ്കെയിൽ സൈസ് കൂടുന്നതിനനുസരിച്ച് ഗ്രാഫിൻ്റെ സൈസ് ഡിക്രീസ് ആയിട്ട് വരും. ഓക്കെ, ബട്ട് ദ വാല്യൂ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻഡിക്കേറ്റഡ് ബൈ ദ ഗ്രാഫ് ഡസ് നോട്ട് ചേഞ്ച്. അതായത് അവിടെ ലഭിക്കുന്ന വിലയ്ക്ക് ഒരു മാറ്റവും വരുന്നില്ല, പക്ഷേ ഗ്രാഫിൻ്റെ സൈസ് സ്കെയിലിനനുസരിച്ച് മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. പൊസിഷൻ ടൈം ഗ്രാഫ് പോലെ, അതായത് സ്ഥാനസമയ ഗ്രാഫ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഗ്രാഫാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എക്സാമിന് എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പോൾ നോക്കാം, ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ആ ടേബിളിനെ സംബന്ധിച്ചിട്ടുള്ള ഗ്രാഫ് നമുക്കവിടെ തന്നിട്ടുണ്ട്. അപ്പം ഒബ്സർവ് ദ ഗിവൺ ടേബിൾ ആൻഡ് വെലോസിറ്റി ടൈം ഗ്രാഫ് റിലേറ്റഡ് ടു ദി മോഷൻ ഓഫ് എ വെഹിക്കിൾ. ഒരു വെഹിക്കിളിൻ്റെ മോഷനെ സംബന്ധിച്ചിട്ടുള്ള വെലോസിറ്റി ടൈം ഗ്രാഫാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ടൈം വെലോസിറ്റി അതാണ് 2 ഡാറ്റാസ് ഉള്ളത്. ഓക്കെ, ടൈം 0 സെക്കൻഡിൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 2 സെക്കൻഡ് ആയപ്പോൾ ആ വെഹിക്കിളിൻ്റെ വെലോസിറ്റി എന്തായി? 20 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കൂടി. ഓക്കെ, 4th സെക്കൻഡ് ആയപ്പോൾ വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ദെൻ 6th സെക്കൻഡ് ആയപ്പോൾ 40 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് വെലോസിറ്റി. 8th സെക്കൻഡ് ആയപ്പോഴും 40 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് വെലോസിറ്റി. 10th സെക്കൻഡ്, അതായത് 10ാമത്തെ സെക്കൻഡിൽ എന്താണ്? വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 0 മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് ഫസ്റ്റ് 4 സെക്കൻഡ്, ആദ്യത്തെ 4 സെക്കൻഡിൽ ആ വെഹിക്കിളിൻ്റെ സ്പീഡ്, അതായത് അതിൻ്റെ വെലോസിറ്റി എന്താവുന്നതായിട്ട് കാണാം? നമുക്ക് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട്, അത് കുത്തനെ വർദ്ധിക്കുന്നതായിട്ട് കാണാം. ദെൻ 4 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെയുള്ള ടൈം ഇൻ്റർവെല്ലിൽ വെലോസിറ്റി എന്താവുന്നില്ല? ചേഞ്ച് ആവുന്നില്ല. അത് 40 മീറ്റർ പെർ സെക്കൻഡിൽ തന്നെ ഫിക്സഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി ചേഞ്ച് ആവാത്ത, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഒരു ഫിക്സഡ് എമൗണ്ട് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് സംഖ്യ ആണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക? യൂണിഫോം വെലോസിറ്റി എന്നാണ് പറയുക അല്ലേ? അപ്പോൾ ഇവിടെ ബി മുതൽ സി വരെയുള്ള ടൈമിൽ, അല്ലെങ്കിൽ ആ ബി മുതൽ സി വരെയുള്ള ടൈം ഇൻ്റർവെല്ലിൽ ആ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി പ്രവേഗം എന്ന് പറയുന്നത് എന്താണ്? യൂണിഫോം വെലോസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള ഗ്രാഫ് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്, നമുക്ക് നോക്കാം. ഫ്രം ദി ഗ്രാഫ് ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി വെഹിക്കിൾ ബിറ്റ്വീൻ 4th ആൻഡ് 10th സെക്കൻഡ്. അപ്പോൾ 4 സെക്കൻഡിനും 10 സെക്കൻഡിനും ഇടയിൽ ഈ ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഈ വാഹനത്തിന് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കണക്കാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് എന്നറിയാം അല്ലേ? വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? എസ് ഡിവൈഡഡ് ബൈ ടി ആണ്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള 4th സെക്കൻഡിനും 10th സെക്കൻഡിനും ഇടയിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ 4th സെക്കൻഡിനും 10th സെക്കൻഡിനും ഇടയിലുള്ള വെലോസിറ്റി നോക്കുക ആദ്യം. വെലോസിറ്റി എന്താണ്? 4th സെക്കൻഡിനും 10th സെക്കൻഡിനും ഇടയിൽ യൂണിഫോം വെലോസിറ്റി ആണ്, അതായത് എത്രയാണ്? 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും ഇടയിലുള്ള ടൈം എന്ന് പറയുന്നത് 10 - 4, അതായത് 4th സെക്കൻഡിനും 10th സെക്കൻഡിനും ഇടയിലുള്ള ടൈം ഇൻ്റർവെല്ലാണ്. അതായത് എത്ര സെക്കൻഡാണ്? 6 സെക്കൻഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 40നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അതായത് എത്രയാണ്?
240 മീറ്റർ, അതായത് 240 മീറ്റർ ഡിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ആ ഒബ്ജക്റ്റിന് 4th സെക്കൻഡിനും 10th സെക്കൻഡിനും ഇടയിൽ ഉണ്ടായത്. ഓക്കെ, ഇനി അതോടൊപ്പം ആ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് ABCD എന്ന് പറഞ്ഞിട്ടൊരു റെക്റ്റാങ്കുലർ പോർഷൻ മാർക്ക് ചെയ്തിട്ട് കാണാം അല്ലേ. അപ്പോൾ ഒരു റെക്റ്റാങ്കിളാണ്, നമുക്ക് ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് AB-യും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ് BC ആയിട്ട് കണക്കാക്കാം. ഓക്കെ, AB ലെങ്ത്താണ്, ലെങ്ത്ത് AB, അതേപോലെ തന്നെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ് BC ആണ്. ഓക്കെ, ABൻ്റെ ലെങ്ത്ത് നമുക്കറിയാം, A to B വരെയുള്ള ഡിസ്റ്റൻസ്, A മുതൽ B വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 മുതൽ 40 വരെ, അതായത് AB എന്ന് പറയുന്നത് എത്രയാണ് 40 ആണ്, BC എന്ന് പറയുന്നത് എത്രയാണ് 6 ആണ്. ഓക്കെ, AB എന്ന് പറയുന്നത് 40, BC എന്ന് പറയുന്നത് 6. ഓക്കെ, ഇനി ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്കറിയാം, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ എന്താ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇവിടെ ലെങ്ത്ത് 40 ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 60 ആണ്, അതായത് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ 240 ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ നിന്ന് ഒരു കാര്യം കൂടി മനസ്സിലാവുന്നുണ്ട്. എന്താണ്, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ, ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ ആ ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ആ ഒബ്ജക്റ്റിന് ആ വസ്തുവിന് ഉണ്ടാകുന്ന സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയ ഇടവേളയിൽ, ഒരു ഡെഫിനിറ്റ് ടൈം ഇൻ്റർവെല്ലിലാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് പോർഷൻ അണ്ടർ ദി ഗ്രാഫ് അറ്റ് ദാറ്റ് ഇൻ്റർവെൽ. അതായത് എന്താണ്, ഈ ഒരു സമയ ഇടവേളയ്ക്ക് അകത്ത് ആ ഗ്രാഫിലുള്ള ഒരു പോർഷൻ ഉണ്ടാവില്ല, ആ ഗ്രാഫിലെ ആ ഭാഗം, അതായത് ഇവിടെ ഈ റെക്റ്റാങ്കുലർ പോർഷൻ്റെ ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിനുണ്ടായ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഒരു ഫിക്സഡ് ടൈം ഇൻ്റർവെല്ലിനുള്ളിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന ഗ്രാഫിനുള്ളിലെ ഏരിയ, പരപ്പളവ്, അതെത്രയാണോ അതായിരിക്കും ആ ഒബ്ജക്റ്റിൻ്റെ ആ ടൈം ഇൻ്റർവെല്ലിനുള്ളിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂറിങ് ദ ഫസ്റ്റ് 4 സെക്കൻഡ് ഫ്രം ദി ഗ്രാഫ്. അപ്പോൾ ഗ്രാഫിൽ നിന്ന് ആദ്യത്തെ 4 സെക്കൻഡിൽ ഈ ഒബ്ജക്റ്റിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കണക്കാക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 4 സെക്കൻഡിൽ ഈ ഒബ്ജക്റ്റിനുള്ളത് എന്തല്ല, യൂണിഫോം വെലോസിറ്റി അല്ല, അതായത് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, ഏരിയ അല്ലേ, ഏരിയ ഓഫ് ദി പോർഷൻ. അപ്പോൾ ആ ഗ്രാഫിൽ ആ ടൈം ഇൻ്റർവെല്ലിന് ഇടയിൽ ഉള്ള പോർഷൻ്റെ ആ തന്നിരിക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയയ്ക്ക്, പരപ്പളവിന് തുല്യമാണ് എന്ത് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ആദ്യത്തെ 4 സെക്കൻഡിനിടയിൽ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് ഏത് ഷേപ്പിലാണുള്ളത്, ഒരു ട്രയാങ്കുലാർ ഷേപ്പിൽ, ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പിലല്ലേ ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി, ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടാൽ മതി. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് S ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടാൽ മതി. അപ്പോൾ നമുക്കറിയാം ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ്, ഹാഫ് ഇൻറ്റു B ഇൻറ്റു H, അര ഇൻറ്റു പാദം ഗുണിക്കണം ഉയരം അല്ലെങ്കിൽ ലംബമാണ് എന്ത് എന്ന് പറയുന്നത് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ബേസ് എന്താണ്, ബേസ് എത്രയാണ് 4 ആണ് അല്ലേ, ബേസ് ഈസ് ഈക്വൽ ടു 4 ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് AB-യുടെ ലെങ്ത് ആണ്, AB-യുടെ ലെങ്ത് എത്രയാണ് 40 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് 1/2, 2 കൊണ്ട് 4നെ ഡിവൈഡ് ചെയ്ത് കളഞ്ഞു, 2 ഇൻറ്റു 4 40, ദാറ്റ് ഈസ് ഈക്വൽ ടു 80 മീറ്റർ. അതായത് ഇവിടെ തന്നിരിക്കുന്ന ആദ്യത്തെ 4 സെക്കൻഡ് ടൈമിൽ ആ ഒബ്ജക്റ്റിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്, 80 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഫസ്റ്റ് 4 സെക്കൻഡ്, വാട്ട് ഈസ് ദ ആക്സിലറേഷൻ. അപ്പോൾ ഈ ഒബ്ജക്റ്റിന് ആദ്യത്തെ 4 സെക്കൻഡിലുണ്ടായ ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗമാറ്റം എന്ന് പറയുന്നത് എത്രയാണെന്ന് കാണണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഫൈനൽ വെലോസിറ്റി അതായത് V മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി അതായത് U ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫൈനൽ വെലോസിറ്റി V എന്ന് പറയുന്നത് B വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. B വരെ എത്ര വെലോസിറ്റി ഉണ്ട്, ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനീഷ്യൽ വെലോസിറ്റി U എന്ന് പറയുന്നത് എത്രയാണ്, 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ, V മൈനസ് U, അതായത് 40 മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 40 മീറ്റർ പെർ സെക്കൻഡ് ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി ആക്സിലറേഷൻ നമുക്കറിയാം എന്താണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി 40 ആണ്, 40/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ത് എന്ന് പറയുന്നത് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദിസ് വെഹിക്കിൾ ബിറ്റ്വീൻ 4 സെക്കൻഡ് ആൻഡ് 10 സെക്കൻഡ്. അതായത് 4 സെക്കൻഡിനും 10 സെക്കൻഡിനും ഇടയിൽ ഈ ഒബ്ജക്റ്റിനുണ്ടായ ആക്സിലറേഷൻ എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ 4 സെക്കൻഡിലെ വെലോസിറ്റി, അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ A ഈസ് ഈക്വൽ ടു V മൈനസ് U ബൈ T ആണെന്ന് അറിയാം. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി നോക്കണ്ടേ? ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടോ? വെലോസിറ്റി ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ? ഇനീഷ്യൽ വെലോസിറ്റിയും 40 ആണ്, ഫൈനൽ വെലോസിറ്റിയും 40 ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? 0 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യവും കൂടി മനസ്സിലായി. എന്താണ്? ഒരു യൂണിഫോം വെലോസിറ്റിയിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ദെൻ നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും, ടൈം കണ്ടുപിടിക്കാൻ പറ്റും, ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചു. അതേപോലെ തന്നെ നമ്മൾക്ക് എന്തും കൂടി കണ്ടുപിടിക്കാൻ പറ്റും? ആക്സിലറേഷനും കൂടി നമ്മൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻസ്, ചലന സമവാക്യങ്ങളാണ് പഠിക്കാനുള്ളത്. 3 ഇക്വേഷൻസ് മെയിനായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ 3 ഇക്വേഷൻസും പഠിക്കുന്നത് ഫോർ ആൻ ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ, അതായത് ഒരു യൂണിഫോം ആക്സിലറേഷൻ ത്വരണത്തിൽ ചലിക്കുന്ന ഒരു വസ്തുവിൻ്റെ സംബന്ധിച്ചാണ് നമ്മൾ ഈ 3 ഇക്വേഷൻസും പഠിക്കുന്നത്. അപ്പോൾ ഒരു യൂണിഫോം ആക്സിലറേഷനുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റിയെ U ആയിട്ടും ഫൈനൽ വെലോസിറ്റി V ആയിട്ടും അതേപോലെ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ S എന്നും ആക്സിലറേഷനെ A എന്നും, ഓക്കെ, ആക്സിലറേഷൻ A എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഈ വെലോസിറ്റി ചേഞ്ചിന്, ഈ ചേഞ്ച് ഇൻ വെലോസിറ്റിക്ക് എടുക്കുന്ന ടൈമിനെ നമ്മൾ എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു? T എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ആക്സിലറേഷൻ നമ്മൾ ആദ്യമേ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആക്സിലറേഷൻ A ഈസ് ഈക്വൽ ടു എന്താണ്? V മൈനസ് U ബൈ T ആണ്. ഓക്കെ, അതിൽ നിന്ന് V ഈസ് ഈക്വൽ ടു എന്താണ്? U പ്ലസ് AT, അതായത് വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷൻ V ഈസ് ഈക്വൽ ടു U പ്ലസ് AT. U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റിയാണ്, A ആക്സിലറേഷനാണ്, T എന്ന് പറയുന്നത് ടൈം ഇൻ്റർവെലാണ്. ഓക്കെ, അപ്പോൾ V ഈസ് ഈക്വൽ ടു U പ്ലസ് AT ആണെന്ത്? ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ, അതായത് ചലനത്തിൻ്റെ ഒന്നാമത്തെ സമവാക്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും തമ്മിലുള്ള റിലേഷൻ S ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് S, U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, T ടൈം, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ. അപ്പോൾ S ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ ആണ് രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ, അതായത് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ, രണ്ടാമത്തെ ചലന സമവാക്യം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് V സ്ക്വയർ ഈസ് ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AS, അതായത് വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ദ റിലേഷൻ ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് വെലോസിറ്റി ഈസ് നോൺ ആസ്, അല്ലെങ്കിൽ ഈസ് ടേംഡ് ആസ് V സ്ക്വയർ ഈസ് ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AS. അതിൽ U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, A ആക്സിലറേഷൻ ആൻഡ് S ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ നമുക്ക് 3 ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഒന്നുകൂടി പറയാം. ഒന്നാമത്തേത് V ഈസ് ഈക്വൽ ടു U പ്ലസ് AT, രണ്ടാമത്തേത് S ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ, മൂന്നാമത്തേത് V സ്ക്വയർ ഈസ് ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AS. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ വെച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനുണ്ട്. എക്സാമിനൊക്കെ പൊതുവേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ആൻസർ ചെയ്ത് നല്ല ഭംഗിയിൽ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് അക്വയേഴ്സ് എ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 2 സെക്കൻഡ് ആൻഡ് 40 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 6 സെക്കൻഡ്. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ഒബ്ജെക്റ്റ് ഡ്യൂറിങ് ദിസ് ടൈം ഇൻ്റർവെൽ? അതായത് നിശ്ചലാവസ്ഥയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം 2 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ പെർ സെക്കൻഡും 6 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ പെർ സെക്കൻഡുമായി. ഈ സമയ ഇടവേളയിൽ ഈ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം കണക്കാക്കണം, ഡിസ്പ്ലേസ്മെൻറ്റ് കണക്കാക്കണം. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യം എഴുതാം. ഇനീഷ്യൽ വെലോസിറ്റി, ആദ്യ പ്രവേഗം U നമുക്ക് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ഫൈനൽ വെലോസിറ്റി V എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 40 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ടൈം നമുക്ക് 6 സെക്കൻഡിനും 2 സെക്കൻഡിനും ഇടയിൽ, 6 സെക്കൻഡിനും 2 സെക്കൻഡിനും ഇടയിലുള്ളതാണ് കണ്ടത്. അതായത് 6 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ്. 4 സെക്കൻഡിൽ നടക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ 4 സെക്കൻഡിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണക്കാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ നമുക്കറിയാം S ഈസ് ഈക്വൽ ടു എന്താണ്? UT പ്ലസ് ഹാഫ് AT സ്ക്വയർ ആണ് ഇക്വേഷൻ.
അതിൽ ആക്സിലറേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. ആക്സിലറേഷൻ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എന്താണ്? v മൈനസ് യു ബൈ ടി, അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് എന്ത് എന്ന് പറയുന്നത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഫൈനൽ വെലോസിറ്റി 40 ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 20. 40 മൈനസ് 20 ബൈ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 4 സെക്കൻഡ് ആണ്. അതായത് 20/4 ദാറ്റ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ആക്സിലറേഷനും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം. യു എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്, ടൈം 4 ആണ്. 20 × 4 ut പ്ലസ് ഹാഫ് 1/2 ഇൻറ്റു ആക്സിലറേഷൻ 5 ആണ്. ദെൻ ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ. ഓക്കെ, 20 × 4 എന്ന് പറയുമ്പോൾ 80 പ്ലസ് 16/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. 8 × 5 എന്ന് പറയുന്നത് 40 ആണ്. അതായത് എത്രയാണ്? 120 മീറ്റർ ആണ് എന്ത് എന്ന് പറയുന്നത്? 2 സെക്കൻഡിനും 6 സെക്കൻഡിനും ഇടയിൽ ഈ ഒബ്ജക്റ്റിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് 2 സെക്കൻഡിനും 6 സെക്കൻഡിനും ഇടയിൽ ഈ ഒരു വസ്തു ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? 120 മീറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ വെലോസിറ്റി ഓഫ് എ കാർ ഇൻക്രീസസ് ഫ്രം 6 മീറ്റർ പെർ സെക്കൻഡ് ടു 16 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 10 സെക്കൻഡ്, അതായത് ഒരു കാറിൻ്റെ വെലോസിറ്റി 6 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 16 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്ര സമയം കൊണ്ട് ഇൻക്രീസ് ചെയ്യിക്കുന്നു? 10 സെക്കൻഡ് സമയം കൊണ്ട് ഇൻക്രീസ് ചെയ്യിക്കുന്നു. കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് ദി കാർ. അപ്പോൾ ഈ കാറിൻ്റെ ആക്സിലറേഷൻ പ്രവേഗം ആദ്യം കണക്കാക്കണം. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ കാണാൻ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി യു തന്നിട്ടുണ്ട് എത്രയാണ്? 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫൈനൽ വെലോസിറ്റി വി തന്നിട്ടുണ്ട് എത്രയാണ്? 16 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദെൻ ടൈം നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 10 സെക്കൻഡ് ആണ്. അപ്പോൾ ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 16 മൈനസ് 6/10, അതായത് എന്താണ്? 10/10. ആക്സിലറേഷൻ എത്രയാണ്? 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി കാർ ഡ്യൂറിങ് ദിസ് ടൈം? അപ്പോൾ ഈ സമയത്തിൽ ഈ കാറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ അറിയാം. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. അതിൽ യു എന്ന് പറയുന്നത് 6 ആണ്, ടൈം എന്ന് പറയുന്നത് 10 ആണ്. ദെൻ 1/2 ഇൻറ്റു 1 ഇൻറ്റു 10 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 100. അപ്പോൾ എന്താണ്? 50 പ്ലസ് 60 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 110 മീറ്റർ. അതായത് ഈ ഒരു 10 സെക്കൻഡിൽ ഈ ഒബ്ജക്റ്റിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 110 മീറ്റർ, 110 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വെലോസിറ്റി ഓഫ് എ ട്രെയിൻ ദാറ്റ് സ്റ്റാർട്ട് ഫ്രം എ റെയിൽവേ സ്റ്റേഷൻ ബിക്കംസ് 90 km/h ഇൻ 10 minutes. കാൽക്കുലേറ്റ് ദി ആക്സിലറേഷൻ ഓഫ് ദി ട്രെയിൻ. അപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിർത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ഒരു ട്രെയിനിൻ്റെ വെലോസിറ്റി 10 മിനിറ്റ് കൊണ്ട് 90 km/h ആയി. ഓക്കെ, അപ്പോൾ ഇത് ഈ ട്രെയിനിൻ്റെ ആക്സിലറേഷനാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി യു എന്താണ്? 0 ആണെന്നറിയാം. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ നിർത്തിയിട്ട ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതാണ്. ഇനി ഫൈനൽ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു എന്താണ്? 90 km/h. അവിടെയാണ് നമുക്ക് പ്രശ്നം. 90 km/h അല്ലേ? അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, km/h നമ്മൾ എന്തായാലും മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം, മറന്നു പോകരുത്. അപ്പോൾ km/h മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, അതായത് എന്താണ്? 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1000 മീറ്റർ ആണ്. ഓക്കെ, ദെൻ 1 അവർ എന്ന് പറയുന്നത് എത്രയാണ്? 3600 സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ km/h 1 km/h നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 1000/3600 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 5/18 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. അതായത് നമുക്ക് ഫൈനൽ വെലോസിറ്റി വിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 90 × 5/18 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 19 × 5/18 എന്ന് പറയുന്നത് എത്രയാണ്? 25 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഫൈനൽ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു എന്താണ്? 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതേപോലെ ടൈം നമുക്ക് തന്നിട്ടുള്ളത് 10 മിനിറ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മിനിറ്റിനെ നമ്മൾ എന്താക്കണം? സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 10 × 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 600 സെക്കൻഡ്. ഓക്കെ, ഇനി ആക്സിലറേഷൻ കാണാം. ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു എന്താണ്? ഫൈനൽ വെലോസിറ്റി 25 - 0/600 എന്ന് വരും. ഓക്കെ, അപ്പോൾ
25/600 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 1/24 m/s². ഓക്കെ. ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഒബ്ജെക്റ്റ് ഫാൾസ് ഡൗൺ ഫ്രം റെസ്റ്റ് ആൻഡ് മൂവ്സ് വിത്ത് ആൻ ആക്സിലറേഷൻ ഓഫ് 10 m/s², ഹിറ്റ്സ് ദ ഗ്രൗണ്ട് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 m/s. ഫ്രം വാട്ട് ഹൈറ്റ് ഡസ് ദി ഒബ്ജെക്റ്റ് ഫാൾ? അപ്പോൾ ഒരു ഒബ്ജക്റ്റ് എന്താണ് ഒരു പൊസിഷനിൽ റെസ്റ്റിലാണ്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, നിശ്ചലാവസ്ഥയിലാണ്. അവിടെ നിന്ന് താഴേക്ക് വീഴുകയാണ്. അപ്പോൾ ഗ്രൗണ്ടിലേക്ക് വീഴുന്നത് എത്ര ആക്സിലറേഷനിലാണ്? 10 m/s ആക്സിലറേഷനാണ്. അതേപോലെ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 20 m/s ആണ്. അപ്പോൾ ഇത് എത്ര ഹൈറ്റിൽ നിന്നാണ് ഫാൾ ചെയ്തത്? അതായത് ഇവിടെ ഈ ഒബ്ജക്റ്റിനുണ്ടായ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യം എഴുതാം. ഇനീഷ്യൽ വെലോസിറ്റി, അതായത് ഈ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്, അതായത് ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. ഓക്കെ, ഫൈനൽ വെലോസിറ്റി, അതായത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 20 m/s ആണ്. അതായത് ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 20 m/s ആണ്. ദെൻ ആക്സിലറേഷനാണ് നമുക്ക് പിന്നെ തന്നിട്ടുള്ളത്. ആക്സിലറേഷൻ A ഇസ് ഈക്വൽ ടു എന്താണ്? 10 m/s². അപ്പോൾ 10 m/s² ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ ടൈം തന്നിട്ടില്ല, ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ 3 ഇക്വേഷനാണുള്ളത്. V ഈസ് ഈക്വൽ ടു U + AT. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല. ദെൻ S ഈസ് ഈക്വൽ ടു UT + ½ AT². അപ്പോൾ ഇവിടെ ടൈം കിട്ടണം. ടൈം കിട്ടിയാൽ മാത്രമേ, ടൈമും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള റിലേഷനാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേതിൽ ടൈം ആവശ്യമില്ല, ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. V² ഈസ് ഈക്വൽ ടു U² + 2AS. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ V² എന്ന് പറയുന്നത് 20² ആണ്. 20² ഈസ് ഈക്വൽ ടു 0 + 2 ഇൻറ്റു ആക്സിലറേഷൻ 10 ആണ് ഇൻറ്റു S. ഓക്കെ, അപ്പോൾ 20² എന്ന് പറയുന്നത് 400 ഈക്വൽ ടു 20S എന്ന് കിട്ടും. അപ്പോൾ 400 ഡിവൈഡഡ് ബൈ 20 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതപ്പോൾ എത്രയാണ്? 20 മീറ്റർ ആയിരിക്കും എന്ത് എന്ന് പറയുന്നത്? ഈ ഒബ്ജക്റ്റിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്ര വരെയാണ്. നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷനിലെ ഇക്വേഷൻ എന്നുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് ഒരുപാട് പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, കുറേ പ്രോബ്ലംസ് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ പ്രോബ്ലംസൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ആദ്യം മുതലുള്ള വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കാണുക. ദെൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ലെറ്റസ് ആക്സസ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്